ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അതിദയനീയമായി പരാജയപ്പെട്ട ജനദ്രോഹ സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF ഒരു അന്തിമ സമരം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷം ഞങ്ങൾ തുടർച്ചയായി ഉന്നയിച്ച ആരോപണങ്ങൾ, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുമാണ് പിണറായി വിജയൻ. ഒന്നിനെക്കുറിച്ചും തൃപ്തികരമായ ഒരു അന്വേഷണത്തിന് തയ്യാറാവാത്ത മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഭരണരംഗത്ത് കഴിഞ്ഞ 3 വർഷമായി അതിരൂക്ഷമായ പ്രശ്നങ്ങൾ തലയുയർത്തി നിൽക്കുന്നു. സാമ്പത്തിക തകർച്ച, ക്രമസമാധാന തകർച്ച, ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളാണ് വിലക്കയറ്റം, തൊഴിലില്ലായ്മ. ഇത് പരിഹരിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട ഒരു സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. തൊഴിലാളി ദ്രോഹ നടപടികൾ, കർഷക ദ്രോഹ നടപടികൾ, സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യം നിഷേധിച്ച് പെൻഷൻകാരുടെ ന്യായമായ അവകാശങ്ങൾ വെട്ടിക്കുറച്ച ഒരു ഗവൺമെൻറ്, വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം തകർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ മന്ത്രിമാരും മുഖ്യമന്ത്രിയും, എല്ലാ രംഗത്തും പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ് ഇപ്പോൾ ഭരണകക്ഷിയിലെ തന്നെ ഒരു MLA. ഞങ്ങൾ UDF നടത്തിയ കഴിഞ്ഞ സമരത്തിൽ ഞങ്ങൾ ഉയർത്തിയൊരു മുദ്രാവാക്യം നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. സർക്കാരില്ലത് കൊള്ളക്കാർ, കൊള്ളക്കാരുടെ സർക്കാരായിരുന്നു. ആ കൊള്ളയ്ക്ക് സാക്ഷ്യം വഹിക്കുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്ത ഒരാളാണ് ഭരണകക്ഷിയിലെ ഒരു MLA. അത് ആ കൊള്ളയുടെ വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ പൊതുസമൂഹം ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് പൊതുസമൂഹത്തിനും, മാധ്യമങ്ങൾ നേരത്തെ തന്നെ ഈ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നവരാണ്, ജനങ്ങൾക്കെല്ലാം ബോധ്യമായി. ഇന്നിപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ സമരത്തിന്, ഇതൊരു അന്തിമ സമരമാണിത്. ഞങ്ങളുടെ ലക്ഷ്യം എത്തുന്നത് വരെ ശക്തമായ സമരം നടത്തണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. തൃശ്ശൂർ പൂരം കലക്കിയതിനെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, മാഫിയകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക, സ്വർണ്ണ കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ലഹരി കള്ളക്കടത്ത്, അതുപോലെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം, ഇത്തരം കാര്യങ്ങളിലൂടെ അഴിമതിക്കാരനായി മാറിയ ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുക. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ സമരമാണ് ഇന്നലെ രാത്രി ഞങ്ങൾ നടത്തിയ ഓൺലൈൻ മീറ്റിങ്ങിൽ, UDFൻ്റെ കക്ഷി നേതാക്കളുടെ മീറ്റിങ്ങിൽ തീരുമാനിച്ചു. ഇന്നലത്തെ ഓൺലൈൻ മീറ്റിങ്ങിൽ UDFൻ്റെ കക്ഷി നേതാക്കളായ പ്രതിപക്ഷ നേതാവിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കക്ഷി നേതാക്കളായ K സുധാകരൻ, PK കുഞ്ഞാലിക്കുട്ടി, PJ ജോസഫ്, രമേശ് ചെന്നിത്തല, CP ജോൺ, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, സലീം P മാത്യു, ദേവരാജൻ, രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഈ ഒക്ടോബർ മാസം 8-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുമ്പിലും എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലും, മറ്റ് 13 ജില്ലാ തലസ്ഥാനങ്ങളിലും UDFൻ്റെ നേതൃത്വത്തിൽ സായാഹ്ന പ്രതിഷേധ സംഗമങ്ങൾ, ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആ സമരത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആവർത്തിച്ച് ഉയർത്തിയ ആരോപണമാണ് ഈ CPM BJP നെക്സസ്. ആ അന്തർധാരയ്ക്ക് ശക്തി പകരുന്ന രൂപത്തിലാണ് ഈ PV അൻവറിനെ പോലുള്ള ഒരാൾ ആരോപണം ഉന്നയിച്ചപ്പോൾ ADGP BJPയുടെ 2 പ്രമുഖരായ ദേശീയ നേതാക്കളെ കണ്ടത് വെളിപ്പെടുത്തിയത് അൻവറല്ല, പ്രതിപക്ഷ നേതാവാണ്. ഞങ്ങൾ ഇതുവരെ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും അക്കമിട്ട് നിരത്തി ഞങ്ങൾ നിരവധി
തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണം. ആ ആരോപണങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ഇപ്പോൾ ഭരണകക്ഷിയിലെ CPM-ൻ്റെ ഒരു സ്വതന്ത്ര MLA അൻവർ നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ വ്യക്തമായ പ്രക്ഷോഭണം ഇപ്പോൾ തന്നെ കോൺഗ്രസ് കഴിഞ്ഞ 24-ാം തീയതി കേരളത്തിലെ 280 കേന്ദ്രങ്ങളിൽ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ സംഗമങ്ങൾ നടത്തി. അതിനു മുമ്പ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പന്തംകൊളുത്തി പ്രകടനം നടത്തി. മുസ്ലിം ലീഗും അതുപോലെ തന്നെ എല്ലാ ഘടകകക്ഷികളും അവരുടേതായ നിരവധി പ്രക്ഷോഭ പരിപാടികൾ നടത്തി. ആ പ്രക്ഷോഭ പരിപാടികളെല്ലാം സംയുക്തമായി UDF-ൻ്റെ നേതൃത്വത്തിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇന്നലത്തെ UDF ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ കക്ഷി നേതാക്കളുടെ തീരുമാനം. 8-ാം തീയതിയിലെ പ്രക്ഷോഭത്തിന് ശേഷം നിയമസഭ 4-ാം തീയതി ആരംഭിക്കുകയാണ്. ഞങ്ങൾ UDF-ൻ്റെ ഉന്നതാധികാര സമിതി വിളിച്ചുകൂട്ടി തുടർ സമര പരിപാടികൾ തീരുമാനിക്കാനും നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ ദിവസം ഇന്നും ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെയെല്ലാം. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് വെച്ച ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള ആവശ്യം ഇന്ന് PV അൻവറും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് അല്ല UDF-ന്റെ ലൈനിലേക്കാണോ PV അൻവർ? UDF-ന്റെ ലൈനിലേക്കായിരിക്കില്ല. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ ഈ പാർട്ടിയെ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പ്രതിഫലിപ്പിക്കുന്നത്. ആദ്യമൊക്കെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് പിതൃസമാനനായ നേതാവായിരുന്നു. ഇപ്പോൾ ആ മുഖ്യമന്ത്രിക്ക് ഇതിലെല്ലാം പങ്കുള്ളത് നേരിട്ട് അദ്ദേഹം ആരോപിക്കുകയാണ്. പോലീസിൻ്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല. ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജുഡീഷ്യറി ഇടപെടട്ടെ, അന്വേഷണ സംഘത്തെ അവർ തീരുമാനിക്കട്ടെ. അതൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളാണ്. രാഷ്ട്രീയ അഭയം ഈ ഘട്ടത്തിൽ കൊടുക്കും. അൻവർ ഇന്നലെ LDF-ന്റെ എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിരിക്കുകയാണ്. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ല. ഏത് രീതിയിലാണ് UDF-നെ സ്വാഗതം ചെയ്യുന്നത്? ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെ സ്വാഗതം ചെയ്യുകയില്ല. ഞങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾ അദ്ദേഹം ശക്തിയായി ഉന്നയിച്ചപ്പോൾ ആ ആരോപണങ്ങൾ പൊതുസമൂഹത്തിലുണ്ടാക്കിയ പ്രതികരണം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങൾ ശക്തമായ ഒരു സമരമാർഗത്തിലേക്കും ഈ ഗവൺമെൻറ്റിന് നിന്ന് അധികാരത്തിൽ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ അതിൻ്റെ പേരിൽ പ്രക്ഷോഭം നടത്താൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അൻവറിന് ഞങ്ങൾ രാഷ്ട്രീയ അഭയം നൽകേണ്ട കാര്യമില്ല. അൻവർ ഇന്നലെ പറഞ്ഞത് ഞാൻ UDF-ന്റെ പക്ഷത്തല്ല, LDF-ന്റെ പക്ഷത്തല്ല, മധ്യത്തിലിരിക്കുമെന്ന്. അദ്ദേഹം മധ്യത്തിലിരുന്നോട്ടെ. ഞങ്ങൾക്ക് അൻവറിൻ്റെ ആവശ്യമില്ല. രാഷ്ട്രീയ അഭയം കൊടുക്കേണ്ട ആവശ്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. UDF അദ്ദേഹത്തെ എന്തിനാണ് ഉൾക്കൊള്ളുന്നത്? അദ്ദേഹം UDF-ൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളോട് ആരോടെങ്കിലും അദ്ദേഹം പറഞ്ഞു ഞാൻ UDF-ലേക്ക് പോകുന്നു? ഇപ്പോഴും കോൺഗ്രസിനെതിരായി കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയെ നന്നാക്കാൻ ശ്രമിക്കുന്നത്. ആ ജോലി അദ്ദേഹം നിർവഹിക്കട്ടെ. പുതിയ കാര്യമല്ലല്ലോ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പറയുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഇതുവരെയുള്ള 3 കൊല്ലമായി നടക്കുന്ന കൊള്ളയ്ക്ക് സാക്ഷ്യം വഹിക്കുകയോ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയോ ചെയ്ത ഒരാൾ ആ ഭരണപക്ഷത്ത് നിന്ന് തന്നെ ഇത് പുറത്ത് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഞങ്ങൾ കണക്കിലെടുക്കും. അത്രയേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഭരണപക്ഷത്ത് നിന്നുള്ള ഒരാളുടെ വെളിപ്പെടുത്തലായി ഞങ്ങൾ അതിനെ കാണും. അല്ലാതെ അപ്പോഴല്ലേ LDF വിടുകയാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയട്ടെ, അപ്പം പറയാം. പക്ഷെ എന്തായാലും കോൺഗ്രസ് UDF-ന് നേതൃത്വം നൽകുന്ന എല്ലാ പാർട്ടികളും കോൺഗ്രസിൻ്റെ അഭിപ്രായം വളരെ വ്യക്തമായി പറഞ്ഞു. ഞാനും നേരത്തെ പറഞ്ഞു. കാരണം അദ്ദേഹം ഇന്നലെ പറഞ്ഞിരിക്കുന്ന എനിക്ക് നെഹ്റു കുടുംബത്തോട് വലിയ ബഹുമാനമാണ്. ശരിയായിരിക്കും. അദ്ദേഹത്തിന് ഗാന്ധി എന്ന പേരിനോടാണ് അലർജി ഉള്ളത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞത്. എന്താണ്? അതെ, പൊളിറ്റിക്കലായിട്ടാണല്ലോ DNA പരിശോധിക്കാൻ പറഞ്ഞത്. അല്ലെന്ന് അദ്ദേഹത്തിന് മോട്ടിലാൽ നെഹ്റുവിനോടും ജവഹർലാൽ നെഹ്റുവിനോടും വിരോധമില്ലെന്ന് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഇത് മനസ്സിലായി. അല്ലല്ല, അതല്ലേ DNA പരിശോധിക്കാൻ പറഞ്ഞത്.
രാഹുൽ ഗാന്ധി എന്ന പേരുമായി നടക്കുന്നതിനാണ് അദ്ദേഹത്തിന് പരിഭവം ഉണ്ടായത്. അതുകൊണ്ടാണ് ആ പറഞ്ഞ കോൺടാക്ട് അതാണ്. ഞാൻ പറയട്ടെ, അപ്പോൾ ഫിറോസ് ഗാന്ധിയുടെ ചെറുമകനാണ് രാഹുൽ ഗാന്ധി എന്ന് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ലല്ലോ. ഇന്ദിരാഗാന്ധിയുടെ ചെറുമകനാണ് എന്ന് അറിയാഞ്ഞിട്ടല്ലല്ലോ. രാജീവ് ഗാന്ധിയുടെ പുത്രനാണെന്ന് അറിയാഞ്ഞിട്ടല്ലല്ലോ. അപ്പോൾ ഈ ഗാന്ധി എന്ന പേരിൽ രാഹുൽ ഗാന്ധി സജീവമായി അന്ന് ഈ BJP ഗവൺമെൻറ്റിനെ എതിർക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്നാണ്. അങ്ങനെ പറഞ്ഞ ഒരാളെ കോൺഗ്രസ് തറവാട്ടിൽപ്പെട്ട ആളായതുകൊണ്ട് എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ കോൺഗ്രസ്സുകാരും സ്വാതന്ത്ര്യ ഉണ്ടല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കോൺഗ്രസിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതിന് മതിയായ രീതിയിലുള്ള അവരുടെ കുറ്റബോധത്തോടു കൂടിയുള്ള പശ്ചാത്താപമോ അതിനെ മാറ്റി അവർ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഈ ഗവൺമെൻറ്റിനെ ഞങ്ങളുടെ ശക്തിയിൽ തന്നെ എതിർത്ത് ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരം നടത്തി ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനെതിരായി ജനങ്ങളെ അണിനിരത്താനുള്ള ശക്തിയുണ്ട്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയ വിജയം എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിനോടും മോഡി ഗവൺമെൻറ്റിനോടുമുള്ള ജനങ്ങളുടെ എതിർപ്പാണ്. വരാൻ പോകുന്ന ലോക്കൽ ബോഡീസിൻ്റെ ഇലക്ഷനും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ വമ്പിച്ച വിജയം ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും. അതിന് ഞങ്ങൾക്ക് PV അൻവറിന്റെ ആവശ്യമില്ല. ആവശ്യമുണ്ടായിരിക്കില്ല. പക്ഷെ പൊതുസമൂഹം പ്രതിപക്ഷത്തിനേക്കാൾ ഇപ്പോൾ വില ഒരുപക്ഷെ PV അൻവറിന് പ്രത്യേകിച്ച് അദ്ദേഹം തെളിവുകൾ അടക്കം പുറത്തുകൊണ്ടുവരുമ്പോൾ നൽകുന്നില്ലേ? പൊതുസമൂഹം പ്രതിപക്ഷത്തിന് ഈ പറയുന്ന ഏതെങ്കിലും ഒരു തെളിവ് പുറത്തുകൊണ്ടുവരാൻ ഞങ്ങൾ എത്രയോ തെളിവുകൾ കൊടുത്തു. MR അജിത് കുമാറും അതെ, നിങ്ങൾക്ക് പഴയ കഥകളാരും നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ആഫീസിൽ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള നടന്നപ്പോൾ അന്നത്തെ ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്തെല്ലാം കാര്യങ്ങൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഞങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നു. ഏതെങ്കിലും ഒരു കാര്യം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ അന്ന് പാർട്ടിക്കകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു? അൻവർ കഴിഞ്ഞ 3 വർഷം എവിടെയായിരുന്നു? 3 വർഷമായി നടന്ന സംഭവങ്ങളാണിത്. ഫോൺ, ക്യാമറ, എന്തെല്ലാം ആരോപണങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചു. പ്രതിപക്ഷ നേതാവ് വളരെ കാറ്റഗോറിക്കലായിട്ട് പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ഒരു ഉപജാപക സംഘം, അത് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഉൾപ്പെടെയുള്ള ADGP അജിത് കുമാറിനെ അതുവരെ ഉപയോഗിച്ചുകൊണ്ട് ഈ ക്രിമിനൽ സംഘങ്ങളെ സംരക്ഷിക്കുന്നു. ക്രിമിനൽ സംഘങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് അൻവർ പറയുന്ന പുതിയ കാര്യമല്ല. മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയിൽ അദ്ദേഹം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചപ്പോൾ ആ ഒരു പ്രത്യേക കോൺടക്സ്റ്റിൽ തള്ളിക്കളയുക മാത്രമല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് അൻവറിന് ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാർ, അതുപോലെ തന്നെ എന്താണ് ഈ മറ്റേ നോട്ട് വേറൊരു സംഘത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ അദ്ദേഹം, സ്വർണം പൊട്ടിക്കൽ, ഇതുപോലുള്ള എല്ലാ മാഫിയ സംഘങ്ങളുടെയും വക്താവായി ചിലർ സംസാരിക്കുന്നില്ലേ എന്ന് അദ്ദേഹം പരോക്ഷമായി ചോദിച്ചില്ലേ? ഉണ്ടല്ലോ. അല്ലല്ല, അൻവർ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ്. അദ്ദേഹം ആ പറഞ്ഞതിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മതിയായിട്ടുള്ള തെളിവുകളും ഇൻഫർമേഷനും ഉണ്ടാവും. ആണല്ലോ. ആദ്യം ഇപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മളൊക്കെ ഇത് കാണാൻ പോകില്ല. ഞാൻ താങ്കളെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇനി ഈ അൻവറിനെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാമോ എന്ന്, അല്ലേ? ഇതിപ്പോൾ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചില്ല. അത് വരും ദിവസങ്ങളിൽ അൻവർ പറയുന്നതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞോളും. ഞാൻ പറയുന്നത് അത് അവരുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ്. അൻവറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അൻവർ കള്ളക്കടത്തുകാരുടെ ആളാണ് എന്ന മുഖ്യമന്ത്രിയുടെ ആ ഒരു ആരോപണം ഞങ്ങൾ വിശ്വസിക്കുകയല്ല, അന്വേഷിക്കണമെന്നാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് പറയുന്നത്. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഒരു MLA കുറിച്ചാണ്. അത് അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഉണ്ടല്ലോ, പൂരം കലക്കിയത് ജുഡീഷ്യൽ അന്വേഷണം.
AR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണം. പക്ഷേ ഈ പറയുന്നല്ലാതെ അൻവറിന്റെ പേപ്പറുകളില്ല. അല്ല, അൻവറിന്റെ പേപ്പർ എവിടെന്നാ കിട്ടിയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. UDF-ന്റെ കൈരേഖ അല്ലല്ല, അൻവറിന്റെ പേപ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ആ അൻവർ ശങ്കരാടി മറ്റേ വിയറ്റ്നാം കോളനിയിലെ രേഖയുണ്ടെന്ന് പറഞ്ഞ് കൈ കാണിച്ചതുപോലെ ഞങ്ങൾ കാണിക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ് ആ രേഖകളൊന്നും ഞങ്ങൾ പറയാതെ ആരോപണങ്ങൾ പറഞ്ഞു. അൻവറിന്റെ എല്ലാ വാതിലും അടച്ചു. അൻവർ ഇങ്ങോട്ടില്ല, വരണ്ട. അല്ല, ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കേ ഉള്ളൂ ചോദ്യം, അൻവറിനില്ലല്ലോ സംശയം. അൻവർ പറയാത്തതാണ് UDF-ന്റെ ഒരു വിഷയം. അല്ലല്ല, അൻവറിന് പറയാൻ പറ്റൂല. കാരണം അൻവറിന് അങ്ങനെ പറയാൻ പറ്റില്ല. അൻവർ പറഞ്ഞല്ലോ, ഞാൻ UDF-ലും ഇല്ല LDF-ലും ഇല്ല, ഞാൻ മധ്യത്തിലാണ് ഇരിക്കാൻ പോകുന്നത്. എന്തിനാ? ഞങ്ങൾക്ക് ഇവിടെ ഭരണത്തിലല്ലല്ലോ, ഞങ്ങൾ പ്രതിപക്ഷത്തല്ലേ. പ്രതിപക്ഷത്ത് ഞങ്ങൾക്ക് ഒരു MLA-യുടെ ആവശ്യമില്ല. ഞങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന കാര്യം, അതിനുവേണ്ടി നിയമസഭയിൽ പ്രതിപക്ഷ ശക്തിയായ പോരാട്ടം നടത്തുമ്പോൾ അവിടെ നിശബ്ദമായിരുന്ന് മുഖ്യ ഭരണപക്ഷത്തിന് കൈവയ്ക്കിയ ഒരു MLA ഇപ്പോൾ അദ്ദേഹത്തിനുണ്ടായ എന്തെങ്കിലും തിക്താനുഭവങ്ങളുടെ ഫലമായിട്ടായിരിക്കാം അദ്ദേഹം പാർട്ടിക്കകത്തൊരു കലാപം ഉണ്ടാക്കുമ്പോൾ ആ MLA-യെ പിന്തുണയ്ക്കാനും അദ്ദേഹത്തിൻ്റെ പിന്തുണ തേടാനും UDF-ന് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമായ ഒരു പാപ്പരത്ത് ഇപ്പോൾ UDF-ന് ഒരേ കാര്യം പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഒരു അദ്ദേഹത്തിനോട് മാത്രം ഒരു ഐക്യം? രണ്ടുപേരും ഒരേ കാര്യമാണ് പറയുന്നത്. പിന്നെ ഒരുമിച്ച് നിങ്ങൾ ആർക്ക് വേണ്ടിയായി ചോദ്യം ചോദിക്കുന്നതെന്ന് എനിക്കിപ്പോൾ ഒരു സംശയമാണ്. ഇല്ല ഇല്ല, കെ സുധാകരൻ വളരെ ക്ലിയറായി പറഞ്ഞല്ലോ. ഇല്ല, പാർട്ടിക്കകത്ത് ഞങ്ങളത് ചർച്ച ചെയ്തിട്ടില്ല. ഇന്നലെ UDF-ൽ ഞങ്ങൾ ചർച്ച ചെയ്തു കെ സുധാകരൻ്റെ സാന്നിധ്യത്തിൽ. UDF-ന്റെ തീരുമാനം, നമ്മൾ അൻവറിനെ നമ്മൾ കൊള്ളാനും തള്ളാനും ഒന്നും നമ്മൾ തയ്യാറില്ല. അൻവർ ഉയർത്തിയത് ഞങ്ങൾ ഉയർത്തിയ ആരോപണങ്ങളാണ്. കൺവീനറിനോട് എന്തോ ഒരു വിരോധം അദ്ദേഹത്തിന്, അല്ലെങ്കിൽ കൺവീനറോട് തിരിച്ചുകൊണ്ടെന്ന് തോന്നുന്നു. പക്ഷേ VD സതീശനുമായി ഇന്നലെ LDF യോഗങ്ങൾ 2 എണ്ണം വേണ്ടെന്ന് വെച്ച് VD സതീശനുമായി ചുങ്കത്തറയിൽ ഒരുമിച്ച് അത് പറഞ്ഞു അദ്ദേഹം. സുധാകരനാണെങ്കിൽ അദ്ദേഹത്തിന് എല്ലാവിധ സഹായവും കൊടുക്കാൻ. ഇല്ല, ഇവരാരും UDF-ന്റെയും പാർട്ടി ലൈനിനും എതിരായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുള്ള ആളുകളല്ല. നിങ്ങൾ അങ്ങനെ ആക്കാൻ ശ്രമിച്ചാലും ആവില്ല. ഇല്ല, ഒരു വ്യത്യസ്ത അഭിപ്രായം ഏകകണ്ഠമായിട്ടാണ് UDF ഇന്നലെ തീരുമാനിച്ചത്. എല്ലാ അസംതൃപ്തരും ഒരുമിച്ച് കൂടി ഒരു പാർട്ടി ഉണ്ടാക്കട്ടെ. ആ പാർട്ടി ആരുടെ കൂടെ കൂടണമെന്ന് അവരാലോചിച്ചോട്ടെ. ഞങ്ങളെന്ത് അഡ്ജസ്റ്റ്മെന്റ്? ഇതുവരെ മുഖ്യമന്ത്രിയുമായിട്ടും കൊള്ളക്കാരുമായിട്ടും അഡ്ജസ്റ്റ്മെന്റ് നടത്തിയ ഒരാളിപ്പോൾ വന്നിട്ട് പറയാം ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ്. BJP-യും CPM-ഉം തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞത് മനസ്സിലായി. ബാക്കി ഒരു അഡ്ജസ്റ്റ്മെന്റും ജനങ്ങൾ വിശ്വസിക്കില്ല. നിയമസഭ കൂടുതലേ, അത് പറയേണ്ടത് പ്രതിപക്ഷ നേതാവാണ്. നിയമസഭ കൂടുന്ന ദിവസം തന്നെ നിയമസഭയുടെ UDF സംയുക്ത പാർലമെന്ററി പാർട്ടി കൂടും. തീർച്ചയായിട്ടും ഇത് പ്രതിഫലിക്കുമല്ലോ നിയമസഭയിൽ. നിയമസഭ കൂടുമ്പോൾ പിന്നെ മിണ്ടാതിരിക്കാൻ പറ്റും. നിയമസഭ നടക്കുമ്പോഴാണ് ഞങ്ങൾ ആദ്യത്തെ ഈ പ്രതിഷേധ സംഗമം 8-ാം തീയതി നടത്തുന്നത്. അതുകൊണ്ടാണ് വൈകുന്നേരം വെച്ചിരിക്കുന്നത്. അവരുടെയൊക്കെ വാർത്തകൾ പത്രത്തിൽ വായിക്കലേ ഉള്ളൂ. അതെല്ലാം അറിയാലോ. അദ്ദേഹത്തെ ഇപ്പൊ സ്വീകരിക്കാതെ അദ്ദേഹം ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, പിന്നെന്തിനാ സ്വീകരിക്കുന്നത്? എല്ലാവരും ഒരേ അഭിപ്രായമാണ്. മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. അയാൾ എന്താ പറഞ്ഞത്? നമുക്ക് ഒരുമിച്ച് പോരാടാം. പിറ്റേ ദിവസം തന്നെ അയാളെ പേര് നടപടി. അല്ല, ഭീഷണിപ്പെടുത്താതെ പാർട്ടിയുടെ ലൈനിനെതിരായിട്ട് ഒരാൾ പറഞ്ഞ എന്തിനാ ഭീഷണി? ഒരു ഭീഷണിയും ആവശ്യമില്ല, ഒരു ഭീഷണിയും പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾ തിരിച്ചും മറിച്ചുമൊക്കെ ചോദിച്ചാൽ ഉത്തരം ഒന്നായതുകൊണ്ട് വെറുതെ സമയം കളയാതിരിക്കുന്നതല്ലേ നല്ലത്. അൻവർ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് പൊളിറ്റിക്കലാണെന്ന്. ഞാനും പൊളിറ്റിക്കലായിട്ടാണ് പറയുന്നത്, അല്ലാതെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. ഞങ്ങൾ പൊളിറ്റിക്കലായിട്ട് UDF എടുത്ത ഡിസിഷൻ
കോൺഗ്രസിന് അക്കാര്യത്തിൽ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടാണ് ഞങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ നമ്മുടെ സനകരെ പോലെയും കമലേഷിനെ പോലുള്ള ആളുകൾ തിരിച്ചും മറിച്ചും ചോദിക്കുമ്പോൾ പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞതെല്ലാം തിരുത്തി വരട്ടെ, അപ്പം ആലോചിക്കാൻ തന്നെ പറഞ്ഞുള്ളൂ. അല്ല, അതെ, അയാൾ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങളിൽ ഞങ്ങളുടെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞാൽ അൻവറിന് പിന്തുണയുണ്ടെന്നാണ്. അല്ലല്ലോ. അതിപ്പോ അതിന് ഉത്തരപ്പുള്ളിയാ പറയേണ്ടത് പ്രസിഡന്റ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അപ്പോ നിലമ്പൂരിലൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അൻവറിന്റെ തീരുമാനം അൻവറല്ലേ എടുക്കേണ്ടത്, ഞങ്ങളാണ്. അൻവർ ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് പറയാനും. അല്ല, അൻവറിന്റെ ഭാവിയിൽ ഇത്രയത്തെയും ഉത്കണ്ഠപ്പെടുന്ന നിങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞ രാഷ്ട്രീയ ഉപദേശം കൊടുത്ത് അദ്ദേഹത്തിനെ ഈ ശക്തിപ്പെടുത്തുന്നതല്ലേ നല്ലത്? എന്നോട് അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്നോട് ഇത് ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. ഓക്കെ, ഇനി വല്ലതും ഉണ്ടോ? നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ഇല്ലായിരിക്കും. UDF സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞതിനകത്തെല്ലാം ഉണ്ടല്ലോ. അൻവറിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല. അൻവറിന് രാഷ്ട്രീയ അഭയം ഞങ്ങൾ നൽകാൻ തയ്യാറില്ല. പിന്നെ നിങ്ങൾ തിരിച്ചും മറിച്ചുമൊക്കെ ചോദിച്ചാൽ അതെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും അൻവറിനോടുള്ള സ്നേഹം കൊണ്ടല്ല സനകൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എനിക്ക് ബോധ്യമായി. UDF അല്ല, രണ്ടുമല്ല.